ഇരട്ടക്കൊലപാതക കേസ് വിധി പുറത്തു വന്നതോടെ ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത് കേസ് CBIക്ക് വിട്ട വിധിക്കെതിരെ നിയമപോരാട്ടം നടത്താൻ സർക്കാർ ചെലവിട്ട തുകയുടെ കണക്കാണ്. നിയമപോരാട്ടം നടത്താൻ 1 കോടിയിലധികം രൂപ ചെലവഴിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാൽ, കൃപേഷ് എന്നിവർ കൊല്ലപ്പെട്ട കേസിന്റെ അന്വേഷണം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് CBIക്ക് വിട്ടത്. ഇതിനെതിരെയുള്ള നിയമപോരാട്ടം സുപ്രീം കോടതി വരെ നീണ്ടു. വിവിധ ഘട്ടങ്ങളിൽ സർക്കാരിനു വേണ്ടി ഹാജരായ 3 അഭിഭാഷകർക്ക് 88 ലക്ഷം രൂപയാണ് പ്രതിഫലം നൽകിയത്. താമസം, ഭക്ഷണം, വിമാനയാത്രയ്ക്കുള്ള കൂലി എന്നീ ഇനങ്ങളിൽ 2.92 ലക്ഷം രൂപയും ചെലവിട്ടു. സ്റ്റാൻഡിംഗ് കൗൺസിലിനെ കൂടാതെ മറ്റൊരു സീനിയർ അഭിഭാഷകനും സുപ്രീം കോടതിയിൽ ഹാജരായി. ഈ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ഹാജരായതിന് 60 ലക്ഷം പ്രതിഫലം വാങ്ങിയിരുന്നു. അതേസമയം പെരിയ ഇരട്ടക്കൊലക്കേസ് വിധിക്ക് പിന്നാലെ സർക്കാരിനെതിരെ അടക്കം വിമർശനമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തുകയാണ്. CPMന്റെ 6 നേതാക്കളടക്കം 14 പേരാണ് കേസിലെ കുറ്റക്കാർ. കേസ് തേച്ചുമാച്ചു കളയാൻ സർക്കാർ പരമാവധി ശ്രമം നടത്തിയെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. വിധിയിൽ തൃപ്തരല്ലെന്ന് പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ കുടുംബങ്ങളുമായി ആലോചിച്ച് കേസുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുടുംബത്തിന് ന്യായമായി ലഭിക്കേണ്ട വിധി അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിച്ചതിനെ അതിജീവിച്ചാണ് ഈ വിധിയിൽ എത്തിയതെന്ന് ഷാഫി പറമ്പിൽ പ്രതികരിച്ചു. CPM നടത്തിയ നിഷ്ഠൂരമായ കൊലപാതകമാണ് പെരിയയിലേത്. CPM ആസൂത്രിതമായി നടത്തിയ കൊലപാതകമാണിതെന്നും പ്രതികൾക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതികരിച്ചു. CPM പാർട്ടി നേതാക്കൾ ഉൾപ്പെട്ടതിന്റെ തെളിവാണ് വിധിയെന്ന് ദില്ലിയിൽ പ്രതികരിച്ച ഷാഫി പറമ്പിൽ MP പറഞ്ഞു. CPMന് ഈ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല. സംഘർഷത്തിനിടയിൽ ഉണ്ടായ കൊലപാതകമല്ല പെരിയയിലേത്. പാർട്ടി തിരക്കഥ എഴുതി പാർട്ടി സംവിധാനം ചെയ്ത് നടത്തിയ കൊലപാതകമാണെന്നും തെളിഞ്ഞു. കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾ നൽകിയ നികുതി പണം ഉൾപ്പെടെ എടുത്താണ് സർക്കാർ CBI അന്വേഷണം ഒഴിവാക്കാൻ വാദിച്ചതെന്നും ഷാഫി പറമ്പിൽ വിമർശിച്ചു. പെരിയ കൊലപാതകം ആസൂത്രണം ചെയ്തത് CPMന്റെ ഉന്നത നേതൃത്വമാണെന്ന് കോടതി വിധിയിലൂടെ തെളിഞ്ഞെന്ന് T സിദ്ദിഖ് MLA പ്രതികരിച്ചു. കുറ്റക്കാർക്ക് അർഹമായ ശിക്ഷ കിട്ടുമെന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ ഭാവി നടപടി പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും. CPM ആണ് പ്രതികൾക്ക് അഭയം നൽകിയതെന്നും അദ്ദേഹം വിമർശിച്ചു. CPMന്റെ കൊലപാതക രാഷ്ട്രീയമാണ് ശിക്ഷിക്കപ്പെടുന്നതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. വെറുതെ വിട്ടവർക്കെതിരായ നിയമ പോരാട്ടം തുടരുമെന്നും കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഇനിയെങ്കിലും CPM ഏറ്റെടുക്കണം. പൊതുഖജനാവിൽ നിന്ന് 2 കോടി രൂപ സർക്കാർ പ്രതികളെ രക്ഷിക്കാൻ ചെലവഴിച്ചു. കൊല്ലപ്പെട്ട അമ്മമാരുടെ കണ്ണീരിന് മുകളിലല്ല സുപ്രീം കോടതിയിൽ നിന്ന് എത്തിച്ച അഭിഭാഷകരുടെ നിയമപാണ്ഡിത്യം. അഡ്വക്കേറ്റ് CK ശ്രീധരൻ കഴിക്കുന്ന ചോറിൽ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും ചോരയുണ്ടെന്നും രാഹുൽ വിമർശിച്ചു. കേസിൽ മുൻ MLAയും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ KV കുഞ്ഞിരാമൻ അടക്കം 6 പ്രധാന നേതാക്കൾ ഉൾപ്പെടെ 14 പ്രതികളെയാണ് CBI കോടതി കുറ്റക്കാരെന്ന് വിധിച്ചത്. 10 പ്രതികളെ വെറുതെ വിടുകയും ചെയ്തു. കേസിൽ കുറ്റക്കാരായവർക്ക് ശിക്ഷ ജനുവരി 3-ന് പ്രസ്താവിക്കും. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.